പ്രാർത്ഥനയോടുകൂടി ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനങ്ങളെ ധ്യാനിക്കാം. ഗലാത്യർ 5-ാം അധ്യായം 17-ാം വാക്യം മുതലാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അടിയൻ്റെ അധരങ്ങളെ സ്പർശിക്കണമേ, വാക്കുകളെ തരണമേ. ആഴമായ അർത്ഥതലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണമേ. ശ്രോതാക്കളിൽ കർത്താവെ അത് കേൾക്കുവാനും അവർക്ക് കർത്താവെ വചനങ്ങളെ ഹൃദയത്തിൽ ആഴമായി പതിയാനും ജീവിതത്തിന് മാറ്റങ്ങൾ വരുത്തി കർത്താവിനോട് ചേരാനൊക്കെയുള്ള, കർത്താവിനോട് ചേർന്ന് ജീവിക്കത്തക്കവണ്ണമുള്ള വലിയ അനുഗ്രഹങ്ങളെ നീ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഗലാത്യ 5-ാം അധ്യായം 17-ാം വാക്യം. ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. പതിനേഴാം വാക്യത്തിൽ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വരപ്രസാദം നമുക്ക് ലഭിക്കുകയും വേണം. അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ ജഡത്തിനുമായിട്ട് ഒരു സംഘർഷത്തിലായിരിക്കും നമ്മൾ. 1 യോഹന്നാൻ 2-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു, ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. നമ്മളപ്പോൾ ജഡവുമായിട്ട് ഒരു പോരാട്ടം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ആത്മീയ പോരാട്ടം തന്നെ. ഈ പോരാട്ടത്തിന് ചില സവിശേഷതകളൊക്കെ ഉണ്ട്. ഒന്ന്, അത് ഒരു ആന്തരിക യുദ്ധമാണ്. റോമർ 7:23 പൗലോസ് പറയുകയാണ്, എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിനോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. അങ്ങനെ മനസ്സും ആത്മാവിൻ്റെ അഭിലാഷങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഒരു സംഘർഷത്തിൽ വന്നുകൊണ്ടേയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചുരുക്കം. ഈ പോരാട്ടത്തിന് ഒരു ആത്മീയമായ ആയുധങ്ങൾ ആവശ്യമാണ്. 2 കൊരിന്ത്യർ 10:4 പൗലോസ് പറയുന്നു, ഞങ്ങളുടെ സമര ആയുധങ്ങൾ ജഡികമല്ല, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. അത്ര ശക്തമുള്ള ആയുധങ്ങളാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് ദൃശ്യമായവയല്ല, അദൃശ്യങ്ങളായ കാര്യങ്ങളാണ്. എഫേസോസ് 6:12 നമ്മൾ മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. ദൃശ്യമായ ചില ആളുകളല്ല, അദൃശ്യമായ ശക്തികളെ ഇതൊക്കെ.
അവയുമായിട്ടാണ് നമ്മൾ പോരാടുന്നത്. നാലാമത്തെ ഒരു കാര്യം, ഈ പോരാട്ടം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഒരു പോരാട്ടമാണ്. 1 തിമോത്തിയോസ് 6:12 വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക, ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അനേകം സാക്ഷികളുടെ മുൻപാകെ നീ ഇത് ദൃഢമായി ഏറ്റുപറഞ്ഞിട്ടുള്ളതാണല്ലോ. തിമോത്തിയോസിനോട് പറയുന്ന ഈ വാചകം നമ്മളെയും ബാധിക്കും. ഇതിലേക്കാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നമ്മൾ നടത്തണം. ഈ പോരാട്ടത്തിന് തികഞ്ഞ പ്രതിഷ്ഠ ആവശ്യമാണ്. നിങ്ങൾ പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം, ഹെബ്രായ ലേഖനം 10:32 പറയുകയാണ്, നിങ്ങൾ പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം കഷ്ടപ്പാടുകളോടെ കഠിനമായി പൊരുതി നിന്ന ആ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുവേ. പല കഷ്ടപ്പാടുകളും നമുക്ക് സഹിക്കേണ്ടി വരും. അതിനോട് നമ്മൾ പൊരുതി നിൽക്കുകയാണ്. പഴയ നമ്മുടെ കാലഘട്ടം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒത്തിരി കഷ്ടപ്പാടുകൾ നമ്മളിതിൽ സഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വെളിപാടിൻ്റെ 12:7 പറയുന്നു, യുദ്ധത്തെക്കുറിച്ചാണ്. അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി, മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. സർപ്പം നമുക്കറിയാം, ഈ സാത്താൻ തന്നെ. ഒരു യുദ്ധം നടക്കുകയാണ് സ്വർഗത്തിലായിട്ട് പോലും. അപ്പോൾ നമ്മുടെ കാര്യം പറയാനുണ്ടോ? നമ്മൾ വിജയിക്കണം. അന്തിമമായ വിജയം ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ചില വാഗ്ദാനങ്ങൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് മനുഷ്യൻ്റെ ദുഷിച്ച സ്വാധീനത്തിന്മേൽ നമുക്ക് വിജയം കിട്ടും. സങ്കീർത്തനം 44:5 പറയുന്നു, അങ്ങയുടെ സഹായത്താൽ ശത്രുക്കളെ ഞങ്ങൾ തള്ളി വീഴ്ത്തുന്നു, ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ച് ചവിട്ടിമെതിക്കുന്നു. നമുക്ക് ജയിക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, ദുഷ്ടാത്മാക്കളുടെ മേൽ നമുക്ക് ജയമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 10:19 ഈശ്വരയാണ്, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും മീതെ ചവിട്ട് നടക്കുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പിന്നെ നമുക്ക് തീവ്രമായ കഷ്ടതകൾ ഉണ്ടാകാം, അവയുടെ മേലും നമുക്ക് വിജയം ലഭിക്കും. തീവ്ര കഷ്ടതകളുടെ മേൽ നമുക്ക് വിജയം ലഭിക്കും. റോമർ 8:35-37 ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആര് വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, ഇതിന് വല്ലതും നമ്മളെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുമോ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് സാധ്യമല്ല. കഷ്ടത വരട്ടെ, പീഡനങ്ങൾ സഹിക്കട്ടെ, പട്ടിണി വരട്ടെ, നഗ്നത വരട്ടെ, ആപത്ത് എന്ത് വന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപെടുത്തുവാൻ ഇതിനൊന്നും സാധിക്കത്തില്ല. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. ലൗകികമായ ചില പ്രലോഭനങ്ങൾ ഉണ്ടാകാം, അതിൽ നിന്നും നമുക്ക് വിജയം ലഭിക്കും. അതിന് വാഗ്ദാനമുണ്ട്. 1 യോഹന്നാൻ 5:4 ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. വിശ്വാസമുള്ളവർക്ക് ഈ ലോകത്തിന്മേൽ ജയമാണ്. അഞ്ചാമത്തെ കാര്യം, എല്ലാ സാത്താന്യ ശക്തികളുടെ മേൽ നമുക്ക് വിജയമുണ്ട്. വെളിപാട് 16:2 ഉടനെ ഒന്നാമൻ പോയി തൻ്റെ പാത്രം ഭൂമിയിലേക്ക് ഒഴിച്ചു. അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ ആരാധിക്കുന്നവരുമായ മനുഷ്യരുടെ ശരീരത്തിന്മേൽ ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങളുണ്ടായി. സാത്താനെ നമസ്കരിക്കുക, അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുക, അവരുടെ ദേഹത്താണ് വ്രണങ്ങൾ ഉണ്ടാകുന്നത്. ജയിക്കും തീർച്ച.
ജയിക്കുന്നവർക്ക് പ്രതിഫലവും ലഭിക്കും. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. കിട്ടുന്ന വാഗ്ദാനങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ആത്മീയ ആഹാരം ലഭിക്കും. വെളിപാട് 2:7 പറയുന്നു, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവരെ ദൈവത്തിൻ്റെ പറുദീസായിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. അടുത്തത്, നമുക്കൊരു പുതിയ പേര് ലഭിക്കും. വെളിപാട് 2:17 പറയുന്നു, വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും. അവന് ഞാനൊരു വെള്ളക്കല്ല് കൊടുക്കും, അതിൽ ഒരു പുതിയ നാമം കൊത്തിയിരിക്കും. അതെന്തെന്ന് സ്വീകരിക്കുന്നവന് ഒഴികെ മറ്റാരും അറിയുകയുമില്ല. അങ്ങനത്തെ ഒരു പേര് ലഭിക്കും. മൂന്നാമത്തെ കാര്യം, അധികാരം ലഭിക്കും. വെളിപാട് 2:26 പറയുന്നു, വിജയം വരിക്കുന്നവനും അവസാനം വരെ എൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവനും ജനപദങ്ങളുടെ മേൽ ഞാൻ അധികാരം നൽകും. നാലാമത്തെ കാര്യം, നീതിയുടെ വസ്ത്രം കിട്ടും. വെളിപാട് 3:5 വിജയം വരിക്കുന്നവനെ വെള്ളവസ്ത്രം ധരിപ്പിക്കും. ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഞാൻ ഒരിക്കലും അയച്ചു കളയുകയില്ല. എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയും. അഞ്ചാമത്തെ കാര്യം, ഒരു വിജയ സ്മാരക സ്തംഭമാക്കും. വെളിപാട് 3:12 വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും. അവൻ പിന്നെ ഒരിക്കലും പുറത്തു പോവുകയില്ല. ആറാമത്തെ കാര്യം, സിംഹാസനത്തിൽ തന്നെ നമ്മളെ ഇരുത്തും. വെളിപാട് 3:21 പറയുന്നു, ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ഏഴാമത്തെ കാര്യം, ഒരു നിത്യ അവകാശം അവന് നൽകും. വെളിപാട് 21:6-7 പറയുന്നു, ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഇത്രയും വാഗ്ദാനങ്ങളാണ് വിജയം വരിക്കുന്നവർക്ക് ലഭിക്കുന്നത്. ഇതൊരു പോരാട്ടമാണ്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ജഡവും ആത്മാവും തമ്മിലാണ്. ജയിക്കണം. ജയിക്കുന്നവർക്ക് ഈ വാഗ്ദാനങ്ങളെല്ലാം കിട്ടും തീർച്ച. ഇനി വാക്യം 18 പോവുകയാണ്. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല. ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കാര്യമാണ്. പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നെങ്കിൽ നമ്മൾ നിയമത്തിൻ്റെ കീഴിലല്ല. പരിശുദ്ധാത്മാവ് നേതൃത്വം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഞാൻ ചില കാര്യങ്ങൾ നമ്പറിട്ട് പറയാൻ പോവുകയാണ്. ഒന്ന്, സകല സത്യത്തിലും വഴി നടത്തും. യോഹന്നാൻ 16:13 പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ചില കാര്യങ്ങൾ സത്യമാണോ ഏതാണെന്നോ അറിയാൻ വിഷമിക്കുന്നവരുണ്ട്. ഏതാണ് ശരി, ഏതാണ് സത്യം? പരിശുദ്ധാത്മാവ് നടത്തുമെന്ന യോഹന്നാൻ സുവിശേഷത്തിൽ എഴുതിയിരിക്കുകയാണ്. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. രണ്ടാമത്തെ കാര്യം, വിശ്വാസികളുടെ നീക്കത്തെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. പത്രോസ് യോപ്പായിൽ ആയിരിക്കുമ്പോൾ ഒരു ദിവസം അവന് ഒരു ദിവ്യ അനുഭൂതി ഉണ്ടായി. പത്രോസ് ഒരു ദർശനം കണ്ടു. ആ ദർശനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പത്രോസിന് പെട്ടെന്ന് മനസ്സിലായില്ല. പത്രോസ് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 19-20 വാക്യങ്ങൾ.
പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞു, ഇതാ 3 പേർ നിന്നെ അന്വേഷിച്ച് താഴെ നിൽക്കുന്നു, നീ താഴേക്ക് ചെല്ലുക, ഒന്നും സംശയിക്കാതെ അവരോടൊപ്പം പോകുക, എന്തെന്നാൽ ഞാനാണ് അവരെ അയച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് പറയുക എന്താ ചെയ്യേണ്ടതെന്ന്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുക, അങ്ങനെ ചെയ്യുക, അവരോടുകൂടെ പോവുക. മൂന്നാമത് നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവാണ് നേതാക്കന്മാരെയൊക്കെ നിയോഗിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായം 2-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബാർന്നബാസിനെയും സാവുളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. പൗലോസിനെയും ബാർന്നബാസിനെയും അന്ത്യോക്യയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇരുന്ന മറ്റ് വിശ്വാസികളോടും എല്ലാം കൂടായിട്ട് ഒരു സന്ദേശം കൊടുക്കുകയാണ്. പൗലോസിനെയും ബാർന്നബാസിനെയും ഞാൻ പ്രത്യേകം വിളിച്ചിരിക്കുകയാണ്, അവരുടെ ജോലിക്കായിട്ട് അവരെ നിങ്ങൾ മാറ്റി നിർത്തണം. മിലേത്തോസിൽ ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ് പൗലോസിനോട് എഫേസോസിലെ ആൾക്കാരെ വിളിച്ച്, ശ്രേഷ്ഠന്മാരെ വിളിച്ച് അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തികൾ 20:28 പൗലോസ് പറയുകയാണ്, നിങ്ങളെയും അധികണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. ശ്രേഷ്ഠന്മാരെ വിളിച്ചിട്ട് പറയുകയാണ് സഭയിലെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അജപാലകരാണ്. ആ സഭാ വിശ്വാസികളെ നിങ്ങൾ പരിപാലിക്കണം. അവരെ കർത്താവിന് രക്തം കൊടുത്ത് വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങളുടെ ചുമതലയാണ് അവരെ പരിപാലിക്കേണ്ടത്. നാലാമതുള്ളത് പ്രവർത്തന വയലുകളെ പരിശുദ്ധാത്മാവാണ് തിരഞ്ഞെടുത്ത് തരുന്നത്. ഇന്നിടത്തോട്ട് പോകണം, മറ്റേത് ചെയ്യണമെന്ന് തോന്നുമായിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിന് വ്യക്തമായ നിയോഗങ്ങളുണ്ട്, തീരുമാനങ്ങളുണ്ട്. ഇന്നിടത്ത് പോകണം, ഇന്നിടത്ത് പ്രസംഗിക്കണമെന്നൊക്കെ. ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് പൗലോസിനെയും തീമോഥെയോസിനെയും തടഞ്ഞു. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം 6, 7, 8 വാക്യങ്ങളിൽ അവരെ പിന്തിരിപ്പിച്ചു. അതുകൊണ്ട് അവരെ ഫ്രീജിയ, ഗലാത്യ എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് മീസിയായിക്ക് അടുത്തപ്പോൾ ബിഥിനിയയിലേക്ക് പോകാൻ അവരാഗ്രഹിച്ചു. എങ്കിലും യേശുവിൻ്റെ ആത്മാവ് അതിന് അനുവദിച്ചില്ല. അവർക്ക് മീസിയയിലേക്ക് പോകണമെന്ന് അവരുടെ മനസ്സിൽ വന്നത്, പക്ഷേ യേശുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് അതിന് അനുവദിച്ചില്ല. തന്മൂലം മീസിയ പിന്നിട്ട് അവർ ത്രോവാസിലേക്ക് പോയി. എവിടെ പോകണം, എവിടെ പ്രസംഗിക്കണം, ഇതൊക്കെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുകയാണ്. അഞ്ചാമതൊരു കാര്യം, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നത് പുത്രത്വത്തിൻ്റെ ലക്ഷണമാണ്. റോമ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവത്തിൻ്റെ പുത്രന്മാർ ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിക്കും. പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവർക്ക് ചില വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, സന്തോഷമാർഗത്തിലേക്ക് നമുക്ക് ചെല്ലാൻ സാധിക്കും. സങ്കീർത്തനം 23:2 പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. നയിക്കപ്പെടുകയാണ്, നമ്മളങ്ങ് പോയാൽ മതി. രണ്ടാമതൊരു കാര്യം, നീതിമാർഗത്തിലേക്ക് നയിക്കും. സങ്കീർത്തനം 25:9 പറയുന്നു, എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു, വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. 3, ജീവപര്യന്തം നടത്തുന്നു. സങ്കീർത്തനം 48:14 ഈ ദൈവമാണ് എന്നേക്കുമുള്ള നമ്മുടെ ദൈവം,
അവിടുന്ന് എന്നും നമ്മെ നയിക്കുമെന്നും വരും തലമുറയോട് പറയാൻ വേണ്ടി തന്നെ 4 ഉപദേശം തന്ന് നമ്മെ നയിക്കുന്നു. സങ്കീർത്തനം 73:24. ഉപദേശം തന്ന് അങ്ങ് എന്നെ നയിക്കുന്നു, പിന്നീട് അവിടുന്ന് എന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും. വേണ്ട ഉപദേശങ്ങളൊക്കെ ആത്മാവ് നമുക്ക് തരും. അവസാനം നമ്മൾ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. 5-ാമതൊരു കാര്യം, ശാന്തമായ ശബ്ദത്തിൽ വഴി പറഞ്ഞു നടത്തും. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നൊക്കെ അറിയാൻ വയ്യാതെ വിഷമിക്കുന്ന സന്ദർഭങ്ങൾ വരുമല്ലോ. എന്ത് ചെയ്യണം എന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞു തരും. യേശയ്യാ 30:21-22 നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാ വഴി, ഇതിലേ പോവുക. അപ്പോൾ നിങ്ങളുടെ വെള്ളി പൊതിഞ്ഞ കൊത്തുവിഗ്രഹങ്ങളും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളും നിങ്ങൾ നിന്ദിച്ച് കളയും. ദൂരെ പോകുവീൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അവയെ മലിന വസ്തുക്കൾ എന്ന പോലെ ദൂരെ എറിഞ്ഞു കളയും. ഇനി നമ്മൾ വാക്യം 19, 20, 21 3 വാക്യങ്ങൾ ഒന്ന് ചേർത്ത് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഞാൻ വായിക്കുകയാണ്. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. 19, 20, 21 വാക്യങ്ങളിൽ ചില തിന്മകളുടെ പേര് കുറിച്ച് വെച്ചിട്ടുണ്ട്. അത് വെറുതെ കുറിച്ച് വെച്ചതല്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ ആത്മശോധന ചെയ്യേണ്ടതാണ്. കുറച്ച് ലിസ്റ്റുണ്ടല്ലോ. ഇതിൽ എല്ലാത്തിലും ഞാൻ പെട്ടുപോയോ, അതിൽ കുറച്ചെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ പരിശോധിച്ച് തിരുത്തൽ വരുത്തി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഈ തെറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് സ്വർഗരാജ്യം അവകാശം ആക്കാൻ സാധിക്കുകയില്ല. പൗലോസ് പറഞ്ഞു, ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ഞാൻ നിങ്ങൾക്ക് താക്കീത് തരികയാണ്. തിന്മയുടെ ഒരു പട്ടിക ഇവിടെ നൽകപ്പെട്ടിരിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ പങ്കുവെക്കുന്നവർ അവ പാടെ ഉപേക്ഷിക്കേണ്ടതാണ്. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് ആ ഒരു ഉപേക്ഷ ആവശ്യമാണ്. ആദിമസഭയുടെ ഡിഡാക്കായിൽ ഈ ലിസ്റ്റ് ഉണ്ടായിരുന്നിരിക്കണം. ഗ്രീക്ക് സ്റ്റോയിക്ക് തത്വജ്ഞാനികളുടെ ഇടയിലും യഹൂദ അധ്യാപകരുടെ ഇടയിലും ഇത്തരത്തിലുള്ള ലിസ്റ്റ് ഉണ്ടായിരിക്കണം. ക്രിസ്തീയ സാന്മാർഗീയതയുമായി ബന്ധപ്പെട്ട ഇത്തരം നിർദ്ദേശങ്ങൾ പൗലോസ് തൻ്റെ കത്തുകളുടെ അവസാന ഭാഗത്ത് എഴുതി ചേർക്കാറുണ്ട്. പൗലോസ് വളരെ തിയോളജിയെല്ലാം പഠിപ്പിച്ച് എല്ലാം ഇങ്ങോട്ട് എഴുതി വന്നിട്ട് അവസാനം ഇങ്ങനെയുള്ള ഒരു ലിസ്റ്റ് കൂടി ഇങ്ങോട്ട് തരും. അതിൽ നിന്നൊക്കെ നമ്മൾ പിന്മാറണം എന്ന് കാണിക്കാൻ വേണ്ടി. ലോകത്തിൻ്റെ പ്രവൃത്തികൾ തിന്മ ഉള്ളതാണ്, തിന്മ നിറഞ്ഞതാണെന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം. കൂടാരത്തിരുന്നാൾ നടക്കുകയാണ്. യേശു അപ്പോൾ ഗലീലി പ്രദേശത്ത് തന്നെയുണ്ട്. സഹോദരങ്ങളൊക്കെ യേശുവിനോട് പറഞ്ഞു, നീ അങ്ങോട്ട് പോകണ്ടേ, ഇവിടെ നിന്നാൽ മതിയോ?
യേശു സഹോദരങ്ങളോട് ഇങ്ങനെ പറഞ്ഞു. യോഹന്നാൻ 7:7. ലോകത്തിന് നിങ്ങളെ വെറുക്കുവാൻ സാധിക്കുകയില്ല, എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അത് എന്നെ വെറുക്കുന്നു. നിങ്ങളെ വെറുക്കത്തില്ല, പക്ഷേ എന്നെ അത് ഈ ലോകം എന്നെ വെറുക്കുക. കാര്യം ഞാൻ പറയുന്നു ഈ ലോകത്തിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന്, എന്നെ വെറുക്കുന്നു. യാക്കോബ് 3:6 എഴുതിയിരിക്കുന്നു, നാവ് തീയാണ്, അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. 2 പത്രോസ് 2:7 പറയുന്നു, ദുഷ്ടരുടെ ദുർവൃത്തി മൂലം വളരെ വേദന സഹിച്ച നീതിമാനായ ലോത്തിനെ അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചു. സോദോം ഗൊമോറയെക്കുറിച്ച് പറയുക, ദുഷ്ടജനം, അതിൻ്റെ ഇടയിൽ കിടന്ന ലോത്ത് കഷ്ടപ്പെടുകയാണ്. നീതിമാനായ ലോത്ത് മനസ്സുകൊണ്ടും അല്ലാതെയും കഷ്ടപ്പെടുന്നു. അവനെ രക്ഷിക്കുവാൻ ദൈവം തിരുമനസ്സായി. അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് അവനെ രക്ഷിച്ചു. നല്ലതാണോ ചീത്തയാണോ എങ്ങനെയൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്, അതിന് യേശു ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. അത് നമ്മൾ കർത്താവ് പറഞ്ഞ വാചകമാണ്, അത് നമ്മൾ സ്വീകരിച്ച് മനസ്സിലാക്കിക്കോണം. ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. ഈ വൃക്ഷം നല്ലതാണോ, ഈ വൃക്ഷം ചീത്തയാണ്, ഫലം നോക്കിയാൽ മതി. മത്തായി 7:16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴങ്ങളോ ഞെരിഞ്ഞിലിൽ നിന്ന് ആത്തിപ്പഴമോ പറിക്കാറുണ്ടോ? നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും. നല്ലതോ ചീത്തയോ തിരിച്ചറിയാനുള്ള വഴി ഇതാണ്. ഫലം നോക്കിയാൽ മതി. നല്ല ഫലം കായ്ക്കണം. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമുണ്ട്, വെട്ടി എറിഞ്ഞ് അത് തീയിലേക്ക് എറിഞ്ഞ് കളയും. തീ എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല, ഈ നരകത്തെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. തീയിലേക്ക് എറിഞ്ഞ് കളയും. പല തിന്മകളുടെ ഒരു തിന്മ വ്യഭിചാരത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് വ്യഭിചാരത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അത് വളരെ ശ്രദ്ധിച്ചോണം. മത്തായി 5:32 ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു, ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. വ്യഭിചാരത്തെക്കുറിച്ച് ആൾക്കാർ അതിൻ്റെ തിന്മ മനസ്സിലാക്കിയെടുക്കണം. ഇവിടെ ഡൈവേഴ്സിൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. ആധുനിക ലോകത്തിൽ ഡൈവേഴ്സ് കൂടി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഈ വിവാഹമെന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്ത് തീർത്ത ഒരു പ്രവൃത്തിയല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവം യോജിപ്പിച്ചതാണ്. മനുഷ്യൻ വേർപെടുത്തരുത്. ദൈവം ചെയ്തൊരു കാര്യം അഴിക്കാൻ മനുഷ്യനെന്തധികാരം? ദൈവം യോജിപ്പിച്ച് ദൈവം വേർപെടുത്തട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. ഒരു അവസരം യേശു കർത്താവ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് പരസംഗം നിമിത്തം ഭാര്യ ഉപേക്ഷിക്കാൻ. ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു, അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കാൻ പാടില്ല, അത് വ്യഭിചാരവുമാണ്. 1 കൊരിന്ത്യർ 6:18 പൗലോസ് എഴുതിയിരിക്കുന്നു, വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവീൻ. മനുഷ്യർ ചെയ്യുന്ന മറ്റ് പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിൽ പാപം ചെയ്യുന്നു. അത് ശ്രദ്ധിച്ചോണം. ഓടി അകലാനാണ് പറയുന്നത്. ഈ പാമ്പിനെ കാണുമ്പോൾ ഓടി അകലുന്നത് പോലെ അകന്ന് നിൽക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, ഓടി അകലണം. അപ്പോൾ അത് ഒരു പ്രാധാന്യം
നമ്മൾ ഓർക്കണം, ഓടി അകലണം. വേറൊരു കാര്യം കൂടെ പൗലോസ് പറയുന്നത്, നമ്മൾ ഏത് പാപം ചെയ്താലും ശരീരത്തിന് വെളിയില്ല, പക്ഷേ വ്യഭിചാരം ചെയ്യുന്നവൻ ശരീരത്തിലാണ് പാപം ചെയ്യുന്നത്. അത് എടുത്തു പറയാൻ കാരണം, നമ്മളെ വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് യോജിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ് നമ്മളെല്ലാം. അപ്പം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് ഒരവയവം ക്രിസ്തുവിൻ്റെ ശരീരത്തിലായിരിക്കുന്ന നമ്മൾ ആ ശരീരത്തിൽ പാപം ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തെ നമ്മൾ മലിനമാക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ഗൗരവം എടുത്തു പറയുന്നത്. മറ്റ് പാപങ്ങളൊക്കെ ശരീരത്തിന് വെളിയിലാണ് ചെയ്യുന്നത്. ഒരാൾ മോഷ്ടിക്കുന്നു, ശരീരത്തിലല്ല, ശരീരത്തിന് വെളിയിൽ ചെയ്യുന്നു. വ്യഭിചാരം അത് ശരീരത്തിൽ ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തോട് യോജിച്ചിരിക്കുന്നെന്ന് പറഞ്ഞിരിക്കുന്ന നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തെ മലിനമാക്കുകയാണ് ചെയ്യുന്നത്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായിട്ട് പാപം ചെയ്യുന്നു. പൗലോസ് പറയുകയാണ് 1 തെസ്സലോനിക്ക 4:4, നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് വിശുദ്ധിയിൽ പാലിക്കേണ്ടത്, നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് മാന്യതയിൽ കാത്തു സൂക്ഷിക്കേണ്ടത്, നമ്മൾ അറിഞ്ഞിരിക്കണം. പൗലോസ് ഇങ്ങനെയും ആഹ്വാനം ചെയ്യുന്നു. റോമർ 6:19, ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിനു വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുകയും. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി തീർന്നു. മനുഷ്യൻ ഏതെങ്കിലും ഒന്നിന് എപ്പോഴും അടിമയാണ്. ഇവിടെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായിരുന്നവരാദ്യം. ക്രിസ്തുവിലാകുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ നീതിയുടെ അടിമകളാണ്. അപ്പം പണ്ട് നിങ്ങൾ അശുദ്ധിക്കും അനീതിക്കുമാണ് അടിമകളായിരുന്നെങ്കിൽ അതിൽ നിന്ന് മാറി സ്വതന്ത്രരായിരിക്കുകയാണ് ഇപ്പം ക്രിസ്തുവിൻ്റെ രക്തത്താൽ. അപ്പോൾ നിങ്ങളിപ്പോൾ അടിമയായിരിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ നീതിയുടെ അടിമകളായിരിക്കണം. ഇതാണ് പൗലോസ് എടുത്തെടുത്ത് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. വിഗ്രഹങ്ങളെക്കുറിച്ചും വിഗ്രഹാരാധനയെക്കുറിച്ചും ഒക്കെ നമ്മൾ അല്പം ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒത്തിരി തിന്മകളുടെ പേര് ലിസ്റ്റ് തന്നിട്ടുണ്ട്, എല്ലാം നമുക്ക് ചിന്തിക്കാനൊന്നും നേരമില്ല. വിഗ്രഹങ്ങളെക്കുറിച്ചും വിഗ്രഹാരാധനയെക്കുറിച്ചും കൂടെ അല്പം ചിന്തിക്കാം. അത് ബൈബിളിൽ പഠിപ്പിച്ചിരിക്കുന്ന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ബൈബിളിൽ പറയുന്നത് നമ്മളങ്ങ് അനുസരിച്ച് ജീവിച്ചാൽ കുഴപ്പമൊന്നും വരത്തില്ല. 10 കൽപ്പന നമുക്ക് തന്നിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ദൈവം അരുളി ചെയ്ത വചനങ്ങളാണിവ. അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്ക് ഉണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ മക്കൾക്ക് അവരുടെ മക്കളെ 3 4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. പിതാക്കന്മാർ തെറ്റ് ചെയ്താൽ 3 4 തലമുറ വരെ അങ്ങോട്ട് ശിക്ഷ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കൽപ്പന ദൈവം യഹോവ തന്നെയാണ്. വേറെ ഒരു യഹോവ ദൈവം അല്ലാതെ വേറെ ഒരു ദൈവമില്ല. ദൈവത്തെ അല്ലാതെ വേറെ ആരാധിക്കരുത്. അത്രയും കൊണ്ട് കൽപ്പന തീരുന്നില്ല എന്നുകൂടെ പ്രത്യേകം ഓർക്കണം. അതിനോട് ചേർന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. അല്ല, ഉണ്ടാക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഉണ്ടാക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്ന്, ഉണ്ടാക്കരുതെന്നാണ് കർത്താവിൻ്റെ വാക്കാത്. ബൈബിളിൽ എഴുതിയിരിക്കുക.
അതിനെ മാറ്റാൻ നമുക്കെന്ത് അധികാരം? അതിനെ എന്ന് ചുരുക്കി പറയുന്നിട്ട് എന്ത് കാര്യം? പറഞ്ഞിരിക്കുന്നത് പോലെ അങ്ങ് കേൾക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ തെറ്റാണ്. അസഹിഷ്ണുവായ ദൈവമാണ് നമ്മുടെ ദൈവം. അത് ദൈവം പറഞ്ഞിരിക്കുക. ദൈവത്തിന് ഇത് സഹിക്കാൻ വയ്യ. പിതാക്കന്മാർ ചെയ്യുന്ന തെറ്റിന് 3 തലമുറ വരെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അനുഭവത്തിൽ നിന്ന് നമ്മൾ നോക്കിയാൽ മതി ഇങ്ങനെയൊക്കെയുള്ള ശിക്ഷ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന്. ദൈവത്തെ അല്ലാതെ വേറൊന്നിനെ ആരാധിക്കരുത്, വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, അതിനു മുമ്പിൽ നമസ്കരിക്കുകയും ചെയ്യരുതെന്നൊക്കെ കൽപ്പനയാണ് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുമുണ്ട്. നിയമാവർത്തനം 7:25 പറയുന്നു, മറ്റു ജനങ്ങളുടെ വിഗ്രഹങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കണം. നിങ്ങൾക്ക് ഒരു കെണിയാകാതിരിക്കാൻ അവയിലുള്ള വെള്ളിയോ സ്വർണമോ മോഹിക്കുകയോ എടുക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഇത് നിന്ദ്യമാണ്. മറ്റ് ജാതികളുടെ വിഗ്രഹങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല, പക്ഷേ അതിൽ പൊതിഞ്ഞിരിക്കുന്ന വെള്ളി സ്വർണ്ണമൊക്കെ ഇങ്ങ് എടുക്കാമല്ലോ എന്ന് ചിലർ മോഹിക്കും. കർത്താവ് പറഞ്ഞിരിക്കുന്നു നിയമാവർത്തനത്തിൽ, വേണ്ട, മോഹിക്കുക പോലും വേണ്ട. അത് നിന്ദ്യമായ വസ്തുവാണ്, കളഞ്ഞേര്, വേണ്ട. എന്താണ് വിഗ്രഹം? വിഗ്രഹങ്ങളുടെ എന്താണ് വിഗ്രഹം? അതിന് ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, അവ നിർജീവങ്ങളാണ്, ജീവനില്ലാത്തതാണ്. ഏത് വിഗ്രഹമാണ് ജീവനുള്ളത്? നിയമാവർത്തനം 4:28-29. അവിടെ മനുഷ്യനിർമ്മിതമായ ദൈവങ്ങളെ കാണുകയോ കേൾക്കുകയോ ഭക്ഷിക്കുകയോ ഘ്രാണിക്കുകയോ ചെയ്യാത്ത കല്ലിനെയും തടിയെയും നിങ്ങൾ സേവിക്കും. അടിമകളായി പോകുന്ന കാലത്തെ കാര്യമാണ് പറയുന്നത്. എന്നാൽ അവിടെ വെച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടി അന്വേഷിച്ചാൽ നിങ്ങൾ അവിടുത്തെ കണ്ടെത്തും. തിന്നാനറിയത്തില്ല, മണക്കാനറിയത്തില്ല, കേൾക്കാനൊക്കത്തില്ല, കാണത്തില്ല, അങ്ങനെയുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കാനുള്ള സാഹചര്യത്തിൽ നിങ്ങൾ വീണുപോകും. രണ്ടാമത്തെ കാര്യം, അവ നശിക്കുന്നവയാണ്. യെശയ്യാ 40:20, ആരാധനയ്ക്ക് ദരിദ്രൻ ദ്രവിച്ചു പോകാത്ത തടിക്കഷണം തിരഞ്ഞെടുക്കുന്നു, ചലിക്കാത്ത പ്രതിമ ഉണ്ടാക്കാൻ അവൻ വിദഗ്ധ ശില്പിയെ അന്വേഷിക്കുന്നു. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കി വെക്കും. ദരിദ്രനാണെങ്കിലും അവൻ്റെ മറ്റ് ഭക്ഷണത്തിന് പോലും പൈസ എടുക്കാതെ വിഗ്രഹത്തെ ഉണ്ടാക്കാനായിട്ട് എടുക്കും. എന്തൊരു മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കണമെന്ന് ചുരുക്കം. മൂന്നാമത്തെ കാര്യം, മറ്റുള്ളവരെ സഹായിക്കാൻ ഇതിന് കഴിയത്തില്ല. യെശയ്യാ 45:20 പറയുന്നു, ജനതകളിൽ അവശേഷിച്ചവരെ ഒരുമിച്ച് കൂട്ടി അടുത്തു വരുവീൻ. തടി കൊണ്ടുള്ള വിഗ്രഹം പേറി നടക്കുന്നവരെ, തടി കൊണ്ടുള്ള വിഗ്രഹം പേറി നടക്കുകയും രക്ഷിക്കാൻ കഴിവില്ലാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവർ അജ്ഞരാണ്. വിഗ്രഹങ്ങളെ എഴുന്നള്ളിച്ചങ്ങ് നടത്തുക, തോളത്തുമൊക്കെ എടുത്ത്, രക്ഷിക്കാൻ കഴിയത്തില്ല, അതിനോട് പ്രാർത്ഥിക്കുക, അജ്ഞരാണ്. അജ്ഞന്നുള്ള വാക്ക് തന്നെ ഉദ്ദേശിക്കുന്നത് ദൈവമില്ല എന്നോ ദൈവത്തെ അറിയാത്തവരെന്നോ അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ളവരുമുണ്ട്. നാലാമത്തൊരു കാര്യം, ഈ വിഗ്രഹങ്ങൾ ആരാധനയ്ക്ക് അയോഗ്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 17:29 ഇങ്ങനെ പറയുന്നു, നാം ദൈവത്തിൻ്റെ സന്താനങ്ങളാകയാൽ മനുഷ്യൻ്റെ ഭാവനയും ശില്പവിദ്യയും ചേർന്ന് സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിയെടുക്കുന്ന പ്രതിമ പോലെയാണ് ദൈവരൂപമെന്ന് വിചാരിക്കരുത്. പോഷന്മാരായി തീരുകയാണ്. റോമ 1:22-23. ജ്ഞാനികളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ പോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. കള്ള ദേവന്മാരും ദേവതകളൊക്കെ ജാതിയുടെ ഇടയിലുണ്ടായിരുന്നു. ഒരു ലിസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആരാധനയ്ക്ക് മറ്റ് വസ്തുക്കളെയും ഉപയോഗിക്കാറുണ്ട്. സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി, യരോബാമിൻ്റെ പൊന്നുകൊണ്ടുള്ള കാളക്കുട്ടി,
ആകാശ സൈന്യങ്ങൾ, ഗ്രഹബിംബങ്ങൾ, തെറാഫീം, മനുഷ്യർക്ക് ദൈവത്തെ നൽകി അവരെ ആരാധിക്കുന്നത്, പിശാചുക്കളെ അഥവാ ഭൂതങ്ങളെ നമസ്കരിക്കുന്നത്, ഇതെല്ലാം ഈ വിഗ്രഹാരാധനയുമായിട്ട് ആണ് എന്ന് മനസ്സിലാക്കണം. വിഗ്രഹാരാധന നടത്തുന്നത് ആര് തന്നെയായാലും അവർക്ക് ശിക്ഷ ലഭിക്കും. ആരെന്നൊന്നും നോക്കത്തില്ല. പുറപ്പാട് 32:33. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, എനിക്കെതിരായി പാപം ചെയ്യുന്നവനെയാണ് എൻ്റെ പുസ്തകത്തിൽ നിന്നും ഞാൻ തുടച്ചു മാറ്റുക. രക്ഷയുടെ കാര്യത്തിലും ആരെന്നൊന്നും വ്യത്യാസമൊന്നുമില്ല. ലൂക്ക 12:8. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റ് പറയും. ശിക്ഷ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നത് മുഖം നോക്കി കൊടുക്കുന്നതല്ല. കൽപ്പനകളൊക്കെ അതുപോലൊക്കെ പാലിക്കണം. യേശു കർത്താവിനെ എൻ്റെ കർത്താവും രക്ഷകനുമെന്ന് വിശ്വസിച്ചേറ്റ് പറയണം. യഹോവയായ ദൈവം മാത്രം ആരാധിക്കപ്പെടേണ്ടവൻ, വിഗ്രഹങ്ങളെ ഉണ്ടാക്കി പ്രതിഷ്ഠിക്കുകയല്ല. ഗലാത്യ 5:17-21 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തത്. നമ്മളൊരു ആത്മീയ പോരാട്ടമാണ് നടത്തുന്നത്, നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ സവിശേഷതകളൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിന് വിജയിക്കുന്നവർക്കുള്ള വാഗ്ദാനങ്ങളൊക്കെ നമ്മളെ കേട്ടു. പരിശുദ്ധാത്മാവിൻ്റെ നേതൃത്വം നമ്മളെ നടത്തി പരിപാലിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി. അവിടുന്ന് വിജയത്തിനുള്ള വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഓർത്ത് വിജയത്തിന് വേണ്ടി ആത്മാവിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ജീവിക്കണം. പിന്നെ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എന്തെല്ലാം നമ്മൾ ലിസ്റ്റ് പഠിച്ചു. അതിൽ വ്യഭിചാരം, വിഗ്രഹാരാധന ഇവയെക്കുറിച്ച് അല്പം കൂടെ ഒന്ന് വിശദമായിട്ട് ബാക്കി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ 115-ാമത്തെ എപ്പിസോഡിൽ ഗലാത്യ 5-ാം അധ്യായത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് തുടർന്ന് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നമുക്ക് ജീവിക്കാം. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. അവൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ, വഴി നടത്തട്ടെ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.